കൊച്ചി കാക്കനാട് ഫ്ളാറ്റിലെ സ്വിമ്മിംഗ് പൂളിൽ 17 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്ലസ് 2 വിദ്യാർത്ഥിയായ ജോഷയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി സ്വിമ്മിംഗ് പൂളിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. എങ്ങനെയാണ് ഇതുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് വളരെ പ്രാഥമികമായി കിട്ടുന്ന വിവരം. ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഇന്ന് രാവിലെ 7 മണിക്കാണ് ഇത്തരത്തിൽ ജോഷയുടെ മൃതദേഹം സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഈ തൃക്കാക്കരയിലുള്ള സ്കൈലൈൻ പാം ടോപ്പ് എന്ന ഫ്ലാറ്റിൽ കഴിഞ്ഞു വരിക താമസിക്കുന്ന കുടുംബത്തിൻ്റെ IT ജീവനക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മൂത്ത മകനാണ് മരിച്ച ജോഷുവ. ഈ മൃതദേഹം ഇത്തരത്തിൽ സമീപത്തുള്ള മറ്റു ഫ്ലാറ്റിലെ ആളുകൾ കണ്ടത് പ്രകാരം സെക്യൂരിറ്റി അറിയിക്കുകയും തുടർന്ന് സെക്യൂരിറ്റിയാണ് ഇത് പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം അറിയിക്കുന്നത്. അപ്പോൾ ഈ അറിയിക്കുന്ന സമയത്ത് തന്നെ ഈ മകനെ കാണുന്നില്ല എന്ന് അവർ കാണാതായ മകനെ തിരിഞ്ഞ് ഈ മാതാപിതാക്കളും അവിടെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. തുടർന്ന് ഇവർ മൃതദേഹം കണ്ടെത്തി തിരിച്ചറിഞ്ഞു. പിന്നീട് പോലീസ് എത്തി ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. പ്രാഥമികമായി പറയുന്നത് ഇവർ 4ാം നിലയിലാണ് താമസിക്കുന്നത്. എന്നാൽ ഈ കുട്ടി മുകളിൽ നിന്ന് ചാടിയതായിട്ടുള്ള ഒരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തിനാണ് എന്നുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. ശരി, വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. രാവിലെയാണ് ജോഷിയെ മരിച്ച നിലയിൽ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കണ്ടെത്തിയത്.